ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ. പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ നിന്ന് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ കുഞ്ഞുങ്ങൾ, ഈ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മുൻപേ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കരയേറ്റുമ്പോൾ, that is true worship. When praise rise from every home, from every child, from every generation, to the God of heaven who is the same yesterday, today and forever, that is true worship. That is true praises to God. ദൈവം സന്തോഷിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. കുടുംബമായിട്ട് ദൈവത്തിന് സ്തോത്രം കരയേറ്റുമ്പോൾ ഒരു തലമുറ മാത്രമല്ല, പല തലമുറകൾ ദൈവത്തിന് സ്തോത്രം കരയേറ്റുമ്പോൾ അത് വിളിച്ചു പറയുന്നത്, ദൈവമേ, അങ്ങ് തലമുറകളുടെ ദൈവമാണ്. അങ്ങ് കാലം കാലമായി, തലമുറ തലമുറയായി എൻ്റെ കുടുംബത്തിൻ്റെ ദൈവമാണ്. സോ വി പ്രൈസ് ഗോഡ് ദിസ് ആഫ്റ്റർനൂൺ. ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഇങ്ങനെ നമ്മൾക്ക് വരുവാൻ, ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ നമ്മളെ നയിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കൊണ്ടേയിരിക്കാം. ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. Let us be in an attitude of praise and worship unto God. യഥാർത്ഥമായിട്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. Psalm 22 verse 3, the Bible says he is a God who dwells in the praises of his people. തൻ്റെ മക്കളുടെ, തൻ്റെ ജനത്തിൻ്റെ സ്തോത്രങ്ങളിൽ വസിക്കുന്ന ദൈവമാണ്. He is enthroned on the praises of his people. When you praise God, when you lift him up in your praises and your worship, he becomes enthroned in our midst. He becomes enthroned in our hearts. ദൈവത്തിന് സ്തോത്രം കരയേറ്റുമ്പോൾ, ദൈവത്തെ യഥാർത്ഥമായിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ, ദൈവം നമ്മുടെ മധ്യേ വന്ന് നമ്മളുടെ ആരാധനയിൽ, നമ്മുടെ സ്തോത്രത്തിൽ വസിക്കുന്നവനാണ്. God is given his rightful place in our praise and worship. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ, ദൈവത്തിന് നമ്മുടെ രാജാവായിട്ട്, വാഴുന്നവനായിട്ട് നമ്മൾ ആ സ്ഥാനം കൊടുക്കുകയാണ്. And heaven delights in true praise and worship. May Jesus be lifted up in this place this afternoon. ഈ നമ്മളുടെ സഭ ആരാധനയുടെ മധ്യേ, ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ യേശു ക്രിസ്തു വാഴ്ത്തപ്പെടട്ടെ. യേശു ക്രിസ്തു ഉയർത്തട്ടെ. യേശു ക്രിസ്തുവിനെ നമുക്ക് ഉയർത്താം. Hallelujah. And he will truly come and bless us this afternoon. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ദൈവം നമ്മൾക്ക് തന്ന, prophetically God gave us a promise at the beginning of this year. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ സമയം, നമ്മൾ ആരെങ്കിലും ജനുവരി 1 തീയതി ചിന്തിച്ചതാണോ? ആരെങ്കിലും നനച്ചതാണോ ഇങ്ങനെയൊരു ദിവസം, ഇങ്ങനെയൊരു സമയം നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലായിരിക്കുന്നവർ ഫേസ് ചെയ്യുമെന്ന് ആരെങ്കിലും ചിന്തിച്ചതാണോ? ആരും ചിന്തിച്ചതല്ല. എന്നാൽ ദൈവം മുന്നമേ കണ്ട്, പ്രൊഫറ്റിക്കലി ഹി ഗേവ് us a word for this year. എല്ലാവരുടെയും കയ്യിലുണ്ടോ ദ ബുക്ക് മാർക്സ്? എന്താണ് ദൈവം തന്ന വചനം? 1 യോഹന്നാൻ 5:4 What is the prophecy? What is the promise from God? The prophetic promise for this year, overcoming life. 1 John 5 verse 4 എന്താണ് പറയുന്നത്? 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അതായത് ഈ ലോകത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഈ ലോകത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു ജനം അതിനെയൊക്കെയും ജയിക്കും. ആരാണ് ആ ജനം? ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ഈ പരീക്ഷണങ്ങളെയും, ഈ പ്രയാസങ്ങളെയും, ഈ പ്രതികൂലങ്ങളെയും ഒക്കെയും ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മുന്നമേ കണ്ട് നമ്മളോട് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്, ദൈവമക്കളെ, ഇതിനൊക്കെ ഉണ്ടാകും, പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ ജയാളികളായിരിക്കും. ഹല്ലേലൂയ. എങ്ങനെയായിരുന്നു ജയിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്താൽ. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഇന്ന് നമ്മൾക്ക് ഈ പരീക്ഷണങ്ങളെ ജയിക്കുവാനായിട്ട്, ഈ നിരാശകളെ, ഈ പ്രയാസങ്ങളെയൊക്കെയും ജയിക്കുവാനായിട്ട് എന്താണ് ആവശ്യം നമ്മളുടെ ജീവിതത്തിൽ? നമ്മളുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാവരും വിശ്വാസത്തോടെ ആയിരിക്കാം. ഈ നാളുകളിൽ വരെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് സംശയവും പേടിയും ഭയവും അവിശ്വാസവും ഒന്നുമല്ല. നമ്മളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ്? വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ വിശ്വാസം നമ്മളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ആവശ്യമാണ്.
യഥാർത്ഥമായിട്ട് എന്താണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് അറിയുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കൾ യഥാർത്ഥമായിട്ട് ജയാളികളായിട്ട് ജീവിക്കും. അല്ലാതെ വെറുതെ വിശ്വാസികളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. എന്താണ് വിശ്വാസി എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഇറ്റ് ടു ബി എ ട്രൂ ബിലീവർ? എന്തുവാണ്? നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് പ്രാപിച്ചപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവരാണ്. ഈ ലോകത്തിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ അതിൻ്റെയൊക്കെ മേൽ വി ഡോണ്ട് ഹാവ് കൺട്രോൾ ഓവർ ഇറ്റ്, അല്ലേ? നമ്മൾ ആരെങ്കിലും ചെയ്തത് എന്തെങ്കിലും ആണോ? നമ്മൾ ആരെങ്കിലും വിചാരിച്ച എന്തെങ്കിലും ആണോ? നമ്മൾ ആരും നിരൂപിക്കാത്ത ഒരു കാര്യം ഇപ്പം നമുക്ക് ചുറ്റും നടക്കുന്നു. അതിൻ്റെ മുകളിൽ നമുക്ക് ആർക്കെങ്കിലും കൺട്രോൾ ഉണ്ടോ? എന്തെങ്കിലും മാറ്റാൻ നമുക്ക് കഴിയുമോ? ഓരോ ദിവസവും ഇങ്ങനെ നോക്കിയിരിക്കുക, ഇന്ന് തീരും നാളെ തീരും, അല്ലേ? വി കനോട്ട് കൺട്രോൾ ഇറ്റ്. ബട്ട് ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് വി വിൽ ലീവ് ആസ് ഓവർകമേഴ്സ്. ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിലും നമ്മൾ ജയാളികളായിട്ട് ജീവിക്കും. എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസത്തിൽ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ജയാളികളായിട്ട് ജീവിക്കണമെങ്കിൽ വെറുതെ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പോരാ. എന്താണ് ഞാൻ ജീവിതത്തിൽ വിശ്വാസി എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, യേശു ക്രിസ്തുവിൽ കൂടി വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മൾക്ക് നിരാശയുടെ മധ്യത്തിലും ജയാളികളായി ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ 1:12-13 വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 13 വാക്യത്തിൽ പറയുന്നു, നമ്മൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചവർ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. നിങ്ങളെല്ലാവരും ഈ ലോകത്തിൽ ജനിച്ചത് എങ്ങനെയാണ്? എല്ലാവർക്കും മമ്മയുടെ അടുത്ത് നിന്നല്ലേ? നമ്മളെല്ലാവരും നാച്ചുറലി ജനിച്ചത് നമ്മുടെ അമ്മയുടെ അടുത്തു നിന്നാണ് ജനിച്ചത്. പക്ഷേ ആത്മീയമായിട്ട് ജനിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ഹല്ലേലൂയ. So just as naturally we are born of a heaven, earthly father and mother, spiritually we are born of God. So ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരാണ് നമ്മൾ ആത്മീയമായിട്ട്. അങ്ങനെയെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് നമ്മളിൽ, ദൈവികമായിട്ടൊരു കൃപയുണ്ട് നമ്മളിൽ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജയാളികളായിട്ട് ജീവിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യമേ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ എന്താണ് 1 യോഹന്നാൻ 5:5 വാക്യം പറയുന്നത്? എന്താണ് 1 യോഹന്നാൻ 5:5 വാക്യം പറയുന്നത്? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ആരാ ലോകത്തെ ജയിക്കുന്നവൻ? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് മനുഷ്യപുത്രനായിട്ട് വന്നു, എൻ്റെ പാപത്തിനായിട്ട് ക്രൂശിന്മേൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, വീണ്ടും ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. യോഹന്നാൻ 14:19 വാക്യം. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട്, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, യേശു എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാനും ജീവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ജീവിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കും. ഹല്ലേലൂയ. ജയാളികളായിട്ട് ജീവിക്കും. കാരണം യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ജയാളികളായിട്ട് ജീവിക്കുന്നത്? നമ്മളുടെ വിശ്വാസത്തിൽ കൂടിയാണ്. ദാനിയേൽ 11:32 വാക്യം പറയുന്നു, 2 ഭാഗം പറയുന്നത്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്നാണ്. ഈ നാളുകളിൽ ദൈവത്തെ പറ്റി അറിഞ്ഞാൽ പോരാ, ദൈവത്തെ അറിയണം. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു നോ അബൌട്ട് ഗോഡ്, യു നീഡ് ടു നോ ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്ന ജനം. ആരാണ് എൻ്റെ സ്വർഗീയ പിതാവ്? ആരാണ് എൻ്റെ ദൈവം എനിക്ക്? ഇപ്പം നമ്മൾക്കറിയാം, നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മളിലുള്ളൊരു വിശ്വാസമുണ്ട് അവർക്കല്ലേ, എൻ്റെ അപ്പ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തു തരും. അത് നമ്മൾ നാച്ചുറലി ഉള്ളൊരു വിശ്വാസമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട്, അതിനേക്കാൾ കൂടുതൽ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ സ്വർഗീയ പിതാവിൽ. എൻ്റെ സ്വർഗീയ പിതാവ് എനിക്കായിട്ടുള്ളത് ചെയ്തു തരും. എത്ര ബുദ്ധിമുട്ട് തന്നെ ആയിക്കൊള്ളട്ടെ, എത്ര പ്രയാസമുള്ളത് തന്നെ ആയിക്കൊള്ളട്ടെ, എനിക്കായിട്ടുള്ളത് എൻ്റെ സ്വർഗീയ പിതാവ് ചെയ്തു തരും. ദൈവത്തെ അറിയുന്നവർ, അങ്ങനെ കർത്താവിനെ അറിയുന്നവർ, എന്താണ് അവരെ പറ്റി പറയുന്നത്? ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഏത് ചുഴലിക്കാറ്റ് വന്നാലും, ഏത് വലിയ വെള്ളപ്പൊക്കം വന്നാലും ഇവർ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. ആടി വീഴത്തില്ല. അവർക്കൊരു ഉറച്ചു നിൽക്കാനൊരു ശക്തി ദൈവത്തിൽ നിന്ന് ലഭിക്കും. ദൈവമക്കളെ, ഈ ദിവസങ്ങളിലും നമുക്കെല്ലാവർക്കും ഉറച്ചു നിൽക്കുവാനുള്ളൊരു ശക്തി ദൈവം നൽകും. എപ്പോഴാണ്? ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ്. എവറി ഡേ ഹാവിങ് എ റിലേഷൻഷിപ്പ് വിത്ത് ഹിം. ദൈവവുമായിട്ടൊരു ബന്ധം, അല്ലേ?
ഇന്ന് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റുമ്പോൾ നോക്കും, ഭാര്യ സൈഡിലുണ്ടോ, മക്കളുണ്ടോ, എല്ലാവരും ഉണ്ട്, ഓക്കെ ഇല്ലയോ? അതുപോലെ ജീവിതത്തിൽ ദൈവം ഉണ്ടെങ്കിൽ യു ആർ ഓക്കെ. കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഐ എം ഓക്കെ. എന്നെ എവിടെ എടുത്തിട്ടാലും ഐ എം ഓക്കെ. ഹല്ലേലൂയ. അതൊരു ധൈര്യം തരുന്നത് ദൈവമാണ്. അങ്ങനെ ദൈവത്തെ അറിയുക, ദൈവമേ നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും ഐ എം ഓക്കെ. ഹല്ലേലൂയ. ദൈവം അങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും തന്നെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. God should become real in your life. They that know their God shall be firm and do great exploits എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തെ യഥാർത്ഥമായിട്ട് അവർ സ്വർഗീയ പിതാവായിട്ട് അറിയുന്ന വ്യക്തികൾ ഉറച്ചു നിൽക്കും. 1, 2 അവരുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികൾ നടക്കും. അത്ഭുതകരമായ പ്രവർത്തികൾ, അസാധ്യമായ പ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ നടക്കും. അതെങ്ങനെയാണ്? നമ്മളുടെ വിശ്വാസത്തിൽ കൂടിയാണ്. ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. മനസ്സിലാക്കണം, ദർ ഈസ് ദി ഫെയ്ത്ത് ദാറ്റ് വി ഹാവ് വെൻ വി ബിക്കം ബോൺ അഗെയിൻ. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. വിശ്വാസത്തിൽ കൂടിയാണ് നാം വീണ്ടും ജനിക്കുന്നത്, അല്ലേ? എഫേസ്യർ 2:8 പറയുന്നു, എഫേഷ്യൻസ് 2:8 says, "It is by grace that you have been saved through faith." കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്? നമ്മൾ യേശുവിനെ പറ്റിയുള്ള സുവിശേഷം കേട്ടു, യേശുവിൻ്റെ ഈ ലോകത്തിൻ്റെ രക്ഷകനെന്ന് നമ്മൾ വിശ്വസിച്ചു, യേശുവിനെ നമ്മളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. റോമർ 10:9-10 പറയുന്നത് പോലെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു, നമ്മൾ വീണ്ടും ജനിച്ചു, അല്ലേ? അത് ആ സമയം എന്താണ് സംഭവിച്ചത്? നമ്മൾ കർത്താവിൽ വിശ്വാസം വെച്ചു. യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ, യേശുവിൻ്റെ രക്തത്തിൽ കൂടി എനിക്കൊരു പുതുജീവൻ ലഭിക്കും നമ്മൾ വിശ്വസിച്ചു. അങ്ങനെയാണ് നാം വീണ്ടും ജനിക്കുന്നത്. അത് മാത്രം പോരാ, വിശ്വാസത്താൽ വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ, യു ഹാവ് ടു ലീവ് ദ ഫെയ്ത്ത്. ഇറ്റ് ഈസ് വൺ തിങ് ടു ബി ബോൺ അഗെയിൻ ബൈ ഫെയ്ത്ത്, ഇറ്റ് ഈസ് അനദർ തിങ് ടു ലീവ് ദ ഫെയ്ത്ത്. അതിൻ്റെ അർത്ഥം എന്തുവാണ്? നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. യേശു എൻ്റെ രക്ഷകൻ, യേശു എനിക്കായിട്ട് ക്രൂശന്മേൽ മരിച്ചു, യേശുവിൽ കൂടി ഞാനൊരു പുതിയ സൃഷ്ടി ആകുന്നുവെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ പുതിയ സ്വഭാവം നമ്മളിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. യു ഹാവ് ടു ലീവ് ദ ഫെയ്ത്ത്. ദൈവ പൈതൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, വിശ്വാസി എന്ന് പറയുന്ന വ്യക്തി, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് പുതിയ സൃഷ്ടിയാകും എന്ന് പറയുന്ന വ്യക്തി ആ വിശ്വാസം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ യേശു പ്രകടമാകണം. നമ്മളുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികളിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ദിവ്യ സ്വഭാവം പ്രകടമാകേണ്ടത് ആവശ്യമാണ്. ദാറ്റ് ഈസ് ഹൗ യു ലിവ് ദ ഫെയ്ത്ത്. സോ ഇറ്റ് ഈസ് വൺ തിങ് ടു ബി ബോൺ അഗെയിൻ ബൈ ഫെയ്ത്ത്, ഇറ്റ് ഈസ് അനദർ തിങ് ടു ലിവ് ദ ഫെയ്ത്ത് ദാറ്റ് യു പ്രൊഫസ്. നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്, എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? യഥാർത്ഥമായിട്ട് ആം ഐ ലിവിങ് ദ ഫെയ്ത്ത് ദാറ്റ് ഐ പ്രൊഫസ്? എൻ്റെ വിശ്വാസം ഞാൻ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? യഥാർത്ഥമായിട്ട് അങ്ങനെ കാണുവാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾക്ക് യേശുവുമായിട്ട് ഓരോ ദിവസവും ഒരു ബന്ധമുള്ളപ്പോഴാണ്. പീപ്പിൾ ക്യാൻ സീ യുവർ ഫെയ്ത്ത് ഇൻ ആക്ഷൻ ഓൺലി വെൻ യു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ഓരോ ദിവസവും യേശുവുമായിട്ടൊരു ബന്ധം ഉള്ളപ്പോഴാണ് യഥാർത്ഥമായിട്ട് യേശുവിൻ്റെ സ്വഭാവം എന്നിൽ പ്രകടമാകുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഒരു ദിവസം വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ, ഭാര്യയോട് വഴക്ക്, പിള്ളേരോട് വഴക്ക്, വീട്ടിലെ സന്തോഷം പോയി, സമാധാനം പോയി, എന്താണ് സംഭവിക്കുന്നത്? കർത്താവുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഇല്ല. സോ എന്താണ് ആവശ്യം? ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകേണ്ടതിന് നമ്മളുടെ ജീവിതത്തിൽ വേദപുസ്തക വായന ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം, കർത്താവിനോടുകൂടെ നമ്മൾ സമയം ചെലവഴിക്കണം. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്ന അനുസരിച്ച്, വചനത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്ന അനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ മാറ്റണം. അങ്ങനെയാണ് യേശു ക്രിസ്തു കൂടുതൽ നമ്മളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത്. And you will reach a point where you truly understand what it means when Jesus said, "Love the Lord your God with all your heart, with all your soul, with all your mind and with all your strength." മർക്കോസിൻ്റെ സുവിശേഷം 12:30-31 പറയുന്നത് അതാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്നുത്തരം പറഞ്ഞു. യഥാർത്ഥമായിട്ട് നമ്മുടെ കൂട്ടുകാരനെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നത് എപ്പോഴാണ്? ആദ്യമേ ദൈവത്തെ
പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുമ്പോഴാണ്. സോ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. ഓൺലി ദെൻ യു ക്യാൻ ലിവ് ദ ഫെയ്ത്ത് ദാറ്റ് യു പ്രൊഫസ്. ഹല്ലേലൂയ. സോ ആദ്യമേ നമ്മൾ മനസ്സിലാക്കി എന്താണ് നമ്മളെ എങ്ങനെയാണ് ജയാളികളാകുന്നത്? നമ്മളുടെ വിശ്വാസത്തിൽ കൂടിയാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ വിശ്വാസത്തിൽ കൂടിയാണ്. രണ്ടാമത് നമ്മൾ പ്രസ്താവിക്കുന്ന ആ വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വാസമാണോ നാം പറയുന്നത് നമുക്കുണ്ടെന്നുള്ളത്, അത് നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. യു ഹാവ് ടു ലീവ് ദ ഫെയ്ത്ത്. അടുത്തതായിട്ട് യു ഹാവ് ടു ലീവ് ബൈ ഫെയ്ത്ത്. മനസ്സിലാകുന്നുണ്ടോ? യു ഹാവ് ടു ലീവ് ബൈ ഫെയ്ത്ത്. അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസത്താൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ വിശ്വാസം ജീവിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് യു ഹാവ് ടു ലീവ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ നാം ഓരോ ദിവസവും ജീവിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് പറഞ്ഞ ഗലാത്യർ 2:20 ഗലേഷ്യൻസ് 2:20 പൗലോസ് പറഞ്ഞത് എന്താണ്? ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നത്. ദ ലൈഫ് ഐ ലീവ് ബൈ ഫെയ്ത്ത് ഇൻ ദ സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഐ ലീവ് ബൈ ഫെയ്ത്ത് ഇൻ ദ സൺ ഓഫ് ഗോഡ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്കെതിരെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ, നമുക്കെതിരെ ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ, അതിൻ്റെ മധ്യത്തിലും ക്രിസ്തുവിലൊരു വിശ്വാസം വെച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്? വിശ്വാസത്താലാണ്. വിശ്വാസമില്ലെങ്കിൽ ഭയം വരും, നിരാശ വരും, ഒരു പ്രത്യാശയുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. പക്ഷേ വിശ്വാസത്താൽ നാം ജീവിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട് നാളെപ്പറ്റി, അല്ലേ? ഇവിടെ പൗലോസ് പറയുന്നു ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ നാം ജീവിക്കുന്നത്. 2 കൊരിന്ത്യർ 5:7 പറയുന്നു, 2 Corinthians 5:7, we live by faith and not by sight. ഹല്ലേലൂയ. എന്താണ്? we walk or live by faith and not by sight. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാഴ്ച നമ്മളുടെ ജീവിതത്തിലേക്ക് എന്ത് കൊണ്ടുവരും? ഭയം കൊണ്ടുവരും, അവിശ്വാസം കൊണ്ടുവരും, നിരാശ കൊണ്ടുവരും, പ്രത്യാശയില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരും, അല്ലേ? ശരിക്കും നമ്മൾ ഓരോന്ന് കാണുമ്പോഴല്ലേ. ഇപ്പം ചിലരൊക്കെ പറയും, സോഷ്യൽ മീഡിയയിൽ ഇന്ന് അങ്ങനെ ഇട്ടേക്കുന്നു, നാളെ അവിടെ അടിക്കുമെന്ന് പറയുന്നു. ഇതൊന്നും കണ്ടില്ലെങ്കിലോ, ഇതൊന്നും വായിച്ചില്ലെങ്കിലോ ഒരു പ്രശ്നവും ഇല്ല, അല്ലേ? അപ്പം കാഴ്ചയാണ് കുഴപ്പം. നേരെ മുമ്പിലിരിക്കുന്നത് മാത്രം പോരാ, അപ്പുറത്തും പോയി നോക്കുക. അവിടെ എന്തോ പറയുന്നത്, ഇവിടെ എന്തോ പറയുന്നത്, യൂട്യൂബിലെന്തോ, ഫേസ്ബുക്കിലെന്തോ, ഇൻസ്റ്റഗ്രാമിലെന്തോ, പത്രമെല്ലാം വായിച്ചു കഴിഞ്ഞു. കാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് കൊണ്ടുവരും? ഭയം കൊണ്ടുവരും, അവിശ്വാസം കൊണ്ടുവരും, നിരാശ കൊണ്ടുവരും. എല്ലാം കഴിഞ്ഞു. ഇനി നാളെ എന്തായിരിക്കും എനിക്കറിയത്തില്ല, കഴിഞ്ഞു. പക്ഷേ വിശ്വാസം എന്ത് വരും? ദൈവത്തിൽ നിന്നുള്ള സ്നേഹം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. വിശ്വാസം നമ്മളുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരും, സന്തോഷം കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരു പ്രത്യാശ കൊണ്ടുവരും. സോ വി ലീവ് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ സൈറ്റ്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് കാഴ്ചയാലാവരുത്. ശരിക്കും പറയുക, ഇന്ന് നിങ്ങൾ കണ്ണ് തുറന്ന് കാണുകയാണെങ്കിൽ എല്ലാം തീർന്നെന്ന് വിചാരിക്കും. കാഴ്ചയാൽ ജീവിക്കരുത്, വിശ്വാസത്താൽ ജീവിക്കുക. അതുകൊണ്ട് നമ്മൾ കണ്ണുടച്ച് റോഡിൽ കൂടെ നടക്കാനല്ല പറയുന്നത്, വണ്ടി വല്ലതും വന്നിടിക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആത്മീയമായിട്ട് ലീവ് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ സൈറ്റ്. ഈ കാണുന്നതൊക്കെ കൂടുതൽ കാണാനും പോണ്ട. ചെറിയൊരു ഗ്ലിംസൊക്കെ ഉണ്ട്, അന്നേരമേ കണ്ണിൽ നിന്ന് മാറ്റിയേര്. കുറച്ചുകൂടെ പോയി നോക്കി നിൽക്കണ്ട. എന്തുവാ ഡീറ്റെയിൽസ്? അത് ചിലപ്പോൾ മണ്ടയിലൊക്കെ വീഴും. അതിനാ പറയുന്നത് അവിടെ പോയി നിന്ന് നോക്കരുതെന്ന്. ഒത്തിരി കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നാം ജീവിക്കുന്നത്. ഒരു വിശ്വാസിക്ക് വേറൊരു മാർഗവുമില്ല ജയാളിയായിട്ട് ജീവിക്കുവാൻ. വിശ്വാസത്താൽ മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ അതർ വേ ഫോർ എ ബിലീവർ ടു ലീവ് ആസ് എൻ ഓവർകമർ. ഇറ്റ് ഈസ് ഓൺലി ബൈ ഫെയ്ത്ത്. അതുകൊണ്ടാണ് വചനം പറയുന്നത് റോമർ 1:17, ദ റൈച്ചസ് വിൽ ലീവ് ബൈ ഫെയ്ത്ത്. ഹല്ലേലൂയ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് പറയുന്നത്. നീതിമാനാണോ? നമ്മളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരല്ലേ? നീതിമാന് ജീവിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, വിശ്വാസത്താൽ. ഹല്ലേലൂയ. വിശ്വാസത്താൽ മാത്രമേ നാം ജീവിക്കുകയുള്ളൂ, നാം ജയാളികളാകുകയും ചെയ്യത്തുള്ളൂ. വചനം നോക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു. മാർക്ക് 8:22-26. അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ
ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക് പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ഇവിടെ ഒരു വ്യക്തിയുടെ കഥ പറയുകയാണ്. ബെത്സൈദ എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ആ ദേശത്ത് ആണ് യേശു ഇവനെ കണ്ടുമുട്ടുന്നത്. ഇവൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് എന്നും ഇറങ്ങി, ബെത്സൈദ ആയിരുന്നു അവൻ്റെ സ്ഥലം, എന്നും അവൻ ബെത്സൈദയിലായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ പോകുന്നത് ആ സ്ഥലത്ത് എല്ലാവരോടും കൂടെ സംസാരവും എല്ലാ കാര്യങ്ങളൊക്കെ ആയിരുന്നായിരിക്കാം. പക്ഷേ ഇവൻ കുരുടനായിരുന്നു. മനസ്സിലാക്കണം, ഇവന് യഥാർത്ഥമായിട്ട് ശരിക്ക് കണ്ണ് കാണാൻ കഴിയത്തില്ല. അവൻ കാണേണ്ടതുപോലെ അവന് കണ്ണ് കാണുവാൻ കഴിയുമായിരുന്നില്ല. അവൻ കാര്യങ്ങളെ കണ്ടത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കൂടിയാണ്. മനസ്സിലാക്കുക, ഒരേ കാര്യം രണ്ട് പേര് കാണുമ്പോൾ രണ്ട് രീതിയിലാണ് കാണുന്നത്, അല്ലേ? ഒരേ കാര്യത്തെ രണ്ട് പേര് കാണുമ്പോൾ ഒരാൾ അതിൻ്റെ ഒരു നല്ല വശം കാണുമായിരിക്കാം, മറ്റേ ആൾ അതിൻ്റെ മോശവശമാണ് കാണുന്നത്. അപ്പോൾ ഇവനോട് ഇതിൽ ആര് സംസാരിച്ചാൽ എങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എല്ലാത്തിൻ്റെയും മോശവശം കാണുന്നവനാണ്, അല്ലെങ്കിൽ മോശ രീതിയിൽ ചെയ്യുന്ന വ്യക്തിയാണ് ഇവനോട് സംസാരിച്ചതെങ്കിൽ ഇവനും കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതെല്ലാം നെഗറ്റീവായിട്ടുള്ള സൈഡ്, അല്ലേ? അങ്ങനെയായിരുന്നു ഇവൻ്റെ ജീവിതം. അവൻ സ്വന്തമായിട്ട് കാണുവാൻ കഴിയുന്നില്ല കാര്യങ്ങൾ. മറ്റൊരു വ്യക്തി കണ്ട ലോകമാണ് ഇവൻ കണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് വരെ നിങ്ങൾ കണ്ട ലോകം മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തന്ന ലോകമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് വേറൊരു വ്യക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതുപോലെ ആയിരിക്കാം. ഇവന് യഥാർത്ഥമായിട്ട് ക്രിസ്തുവിൽ നിന്ന് ഒരു സ്പർശനം ആവശ്യമായിരുന്നു. യേശുവിൻ്റെ ഒരു തൊടൽ ഇവൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഇവൻ്റെ ജീവിതം, ആ ഒരവസ്ഥയിലാണ് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവൻ്റെ ജീവിതം മാറുവാനായിട്ട്, അവൻ്റെ ജീവിതം ഫലപ്രദമാകുവാനായിട്ട്, അവൻ്റെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് അവൻ്റെ ജീവിതത്തിൽ യേശുവിൽ നിന്ന് ഒരു സ്പർശനം ആവശ്യമായിരുന്നു. ആ ദിവസം അതാണ് സംഭവിച്ചത്. അവൻ്റെ കൂട്ടുകാർ അവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ പറയുന്നു 22-ാം വാക്യം, ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമേ എന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ. നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്നത് മറ്റാരെങ്കിലും നിങ്ങളോട് പറഞ്ഞ് വന്നതായിരിക്കാം. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞ് ഇന്ന് പള്ളിയിൽ പോകാം എന്ന് പറഞ്ഞ് നിങ്ങളിന്ന് വന്നതായിരിക്കാം. അവർ ആഗ്രഹിച്ചത് എന്താണ്? ഇവർ അപേക്ഷിക്കുകയാണ്, കർത്താവേ ഇവനെ ഒന്ന് തൊടയണമേ. മറ്റുള്ളവർക്ക് നിങ്ങളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരാം, പക്ഷേ യഥാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണമെന്ന്, കർത്താവേ എന്നെ ഒന്ന് തൊടയണമേ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആ വ്യക്തിയാണെങ്കിൽ, നിങ്ങളിങ്ങനെ ഇന്നിവിടെ എത്തിയത് എന്ത് കാരണം കൊണ്ടേ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇന്ന് നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവേ ഇന്ന് അവിടുന്ന് എന്നെ ഒന്ന് തൊടയണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ജീവിതത്തെ കണ്ടതുപോലെ അല്ല, ഒരു പുതിയ രീതിയിൽ കാണുവാൻ, അങ്ങ് യഥാർത്ഥമായിട്ട് ഞാൻ ജീവിതത്തെ എങ്ങനെ കാണണമെന്ന് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാണുവാൻ ദൈവമേ ഇന്ന് എന്നെ ഒന്ന് തൊടയണമേ എന്ന് പറഞ്ഞാട്ടെ. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഡോണ്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് വേർ യു ആർ സ്പിരിച്വലി. ഡോണ്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് വേർ യു ആർ അണ്ടിൽ നൗ വിത്ത് ജീസസ്. God wants to reveal more and more into your life. God wants to make himself more real to you. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതുപോലെ അല്ല, ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വരെ ദൈവ പൈതലെ നീ കണ്ട ലോകം മറ്റൊരു വ്യക്തിയിൽ കൂടി ആയിരിക്കാം കണ്ടത്. Every place has people who are very dominant. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അവർ പറയുന്നത് പോലാണ് നമ്മളെല്ലാം കാണുന്നത്, എല്ലാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ന് കർത്താവ് നിന്നെ നേരിട്ട്, God wants to meet you personally. Jesus wants to touch you personally. And he wants to change your life. ഇന്ന് അവൻ അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് യേശുവിൽ നിന്നൊരു സ്പർശനം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അതിന്ന് ആഗ്രഹിക്കുക, ജീസസ്, I want your touch in my life. Others have brought me to you. ചിലപ്പോൾ ചില വ്യക്തികളുടെ പ്രവർത്തികൾ കൊണ്ടായിരിക്കാം നിങ്ങൾ ഇവിടെ എത്തിയത്. അവർ കൊണ്ടുവന്നതുകൊണ്ടല്ല, അവരുടെ പ്രവൃത്തി കാരണം നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് നിങ്ങൾ ഇന്നെത്തിയിരിക്കുന്നതായിരിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങളെയും കർത്താവ് തൊടും. There are various ways that God can bring you to himself.
മനസ്സിലാക്കുക, നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് പല മാർഗങ്ങളുണ്ട്. എല്ലാം നമ്മളെ കൊണ്ടെത്തി നിൽക്കുന്ന എവിടെയാണ്? കർത്താവേ, ഐ നീഡ് വൺ ടച്ച് ഫ്രം യു ലോർഡ് ടുഡേ. ഒന്ന് തൊട്ടാൽ മതി കർത്താവേ, വൺ ടച്ച് ഈസ് ഓൾ ദാറ്റ് ഐ നീഡ്. ആ ഒരു ആഗ്രഹം നമ്മളിൽ നിന്നുണ്ടാകട്ടെ. ലെറ്റ് ദാറ്റ് ഡിസയർ റൈസ് അപ്പ് ഇൻ എവ്രി വൺ ഓഫ് us. യേശു എന്ത് ചെയ്തു? 23-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നു, അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ചു. പറഞ്ഞാട്ടെ, കൈക്ക് പിടിച്ചു. യേശു എന്താണ് ചെയ്തത്? കൂട്ടുകാർ കൊണ്ടുവന്നു, നിരാശനായിട്ട് ജീവിതത്തിലെ പല പ്രയാസങ്ങൾ ഉള്ളവനെ യേശു എന്താണ് ചെയ്തത്? കൈക്കങ്ങ് പിടിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് യേശു എന്ത് ചെയ്തു? കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന്, പറഞ്ഞാട്ടെ, ഊരിന് പുറത്തു കൊണ്ടുപോയി. ഹല്ലേലൂയ. യേശു പറയുന്നത് എന്താണ്? യേശു അവനോട് പറയുന്നത്, ഐ വാണ്ട് ടു ടേക്ക് യു ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. നിൻ്റെ പഴയ ചിന്തകൾ, നിൻ്റെ പഴയ രീതികൾ, ഐ വാണ്ട് ടു ടേക്ക് യു ഔട്ട് ഓഫ് ബെത്സൈദ. ബെത്സൈദയിൽ നിന്ന് കർത്താവ് ഇവനെ പുറത്തു കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബെത്സൈദ ഈസ് എ പ്ലേസ് ഓഫ് അൺബിലീഫ്. ബെത്സൈദ ഈസ് എ പ്ലേസ് ഓഫ് ഹാർഡ് ഹാർട്ടഡ്നെസ്. വചനം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കൊരസീനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സൈദയെ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോറിലും സിദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. വായിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? What to you Bethsaida? It was a place of unbelief. It was a place of hard-heartedness. ഹൃദയകാഠിന്യം, അവിശ്വാസത്തിൻ്റെ ഒരു സ്ഥലമാണ്. യേശു പറയുകയാണ്, ലെറ്റ് us go out of Bethsaida. Come out of that place. ഇനിയും നീ ആ സ്ഥലത്തിരിക്കരുത്. കർത്താവ് പറയുവാണ്, നിൻ്റെ പഴയ ചിന്തകളിൽ നിന്ന് ഞാൻ നിൻ്റെ കൂടെ പുറത്തു വന്നാട്ടെ. ഐ ഡോണ്ട് വാണ്ട് യു ടു ബി പാർട്ട് ഓഫ് ദിസ് എനിമോർ. നിൻ്റെ ജീവിതത്തിലെ അവിശ്വാസം, നിൻ്റെ ഹൃദയത്തിലെ കാഠിന്യ ഹൃദയം, നിൻ്റെ ഉള്ളിലുള്ള കയ്പ്, നിൻ്റെ ജീവിതത്തിലുള്ള നിരാശകൾ, ഇതിൽ നിന്നെല്ലാം പുറത്തു വന്നാട്ടെ. കർത്താവ് നമ്മളോട് പറയുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ കരം പിടിക്കുകയാണ്. ഒന്ന് പിടിച്ചാൽ, കർത്താവ് നമ്മുടെ കരം ഒന്ന് പിടിച്ചാൽ, ദൈവ പൈതലെ, നിനക്കിനി ഭയം ആവശ്യം എൻ്റെ ജീവിതത്തിൽ വേണോ? എന്തെങ്കിലും ഭയം ഇനി നിലനിൽക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പറയുമ്പോഴായിരിക്കാം, കർത്താവേ നീ ഇതൊക്കെ പറയുന്നു, എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. അതിനാണ് യേശു അവൻ്റെ കരം പിടിച്ചത്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് പറയുക മാത്രമല്ല പൈതലേ, ഞാൻ നിന്നെ നിൻ്റെ കരം പിടിച്ച് ഞാൻ നിന്നെ കൊണ്ടുപോവുകയാണ്. ഐ എം ടേക്കിംഗ് യു ഔട്ട് ഓഫ് ബെത്സൈഡ ടുഡേ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ദ ലോർഡ് ഈസ് ടേക്കിംഗ് ഹോൾഡ് ഓഫ് യുവർ ഹാൻഡ് ആൻഡ് ഹി ഈസ് ലീഡിങ് യു ഔട്ട് ഓഫ് ബെത്സൈദ. ഇവിടെ പറയുന്നു, കർത്താവ് അവൻ്റെ കരം പിടിച്ച്, എന്താണ് പറയുന്നത്? അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവന് ഊരിന് പുറത്ത് കൊണ്ടുപോയി. യെശയ്യാവ് 41-13 വാക്യം എന്താണ് പറഞ്ഞത്? ഐസയ 41:13, I am the Lord your God who takes hold of your right hand and says to you, do not fear, I will help you. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ആ ഒരു അവിശ്വാസത്തിൽ നിന്ന്, ആ ഒരു ഹൃദയ കാഠിന്യത്തിൽ നിന്ന്, ആ ഒരു കയ്പിൻ്റെ അവസ്ഥയിൽ നിന്ന്, ആ ഒരു നിരാശയുടെ അവസ്ഥയിൽ നിന്ന് കർത്താവ് ഇന്ന് നിന്നോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിൻ്റെ കരം പിടിക്കുകയാണ്. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ഇറ്റ്. ഹല്ലേലൂയ. കർത്താവ് ഇവൻ്റെ കരം പിടിച്ചു, ഇവനെ ബെത്സൈദയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അടുത്ത വാക്യം, അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്താണ് ചെയ്തത്? അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. കർത്താവ് എന്താണ് ചെയ്തത്? അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. ദ സ്പിറ്റ് ഓഫ് ജീസസ് ഈസ് എ വെരി ലൈഫ് ഓഫ് ജീസസ്. അല്ലേ? എൻ്റെ തുപ്പൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനല്ലേ? ദ സ്പിറ്റ് ഓഫ് ജീസസ് ഇസ് ദ വെരി ലൈഫ് ഓഫ് ജീസസ്. ദ ടച്ച് ഓഫ് ജീസസ് ഇസ് ദ പ്രസൻസ് ആൻഡ് പവർ ഓഫ് ജീസസ്. മനസ്സിലാക്കുക, യേശു തുപ്പലുകൊണ്ട് തുപ്പൽ അവൻ്റെ ദേഹത്ത് വന്നു. യേശുവിൻ്റെ, ദാറ്റ് ഈസ് ദ ലൈഫ് ഓഫ് ജീസസ്. യേശുവിൻ്റെ സ്പർശനം ലഭിച്ചു, അതായത് യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ ശക്തിയും വന്നു അവൻ്റെ ജീവിതത്തിലേക്ക്. എന്നിട്ട് യേശു അവനോട് ചോദിക്കുകയാണ്, വല്ലതും കാണുന്നുണ്ടോ?
സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും യേശു എന്ന് പറയുള്ളൂ, നിനക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു അല്ലേ? യേശു പലയിടത്തും അങ്ങനെയല്ലേ പറഞ്ഞത്? അത്ഭുതം ചെയ്തപ്പോൾ ഒരാളെ തൊട്ടു, നീ പോകും, നിൻ്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ തൊട്ടിട്ട് നിനക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു ഇൻസ്റ്റൻസിൽ യേശു എന്താ ചോദിക്കുന്നത്? യേശുവിൻ്റെ ജീവൻ അവനെ തൊട്ടു, യേശുവിൻ്റെ സ്പർശനം അവന് ലഭിച്ചു, സാന്നിധ്യം ശക്തിയും ലഭിച്ചു. എന്നിട്ടും കർത്താവ് ചോദിക്കുക, വല്ലതും കാണുന്നുണ്ടോ? ദൈവ പൈതലേ, വല്ലതും കാണുന്നുണ്ടോ? എന്താ ചോദിച്ചത് അവൻ്റെ അടുക്കൽ? കാരണം എന്താണെന്നറിയാമോ? അവനിൽ ഇപ്പോഴും കുറച്ച് അവിശ്വാസം ബാക്കിയിരിപ്പുണ്ടായിരുന്നു. കർത്താവ് അവനോട് വ്യക്തമാക്കി കൊടുക്കുമായിരുന്നു, എൻ്റെ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഈ പഴയ ചിന്തകളും പഴയ ആറ്റിറ്റ്യൂഡ്സും പഴയ രീതിയും കൊണ്ട് ഞാൻ നിന്നെ നയിക്കുവാൻ, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, ഞാൻ നിന്നെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നിനക്ക് എത്തുവാൻ കഴിയുകയില്ല. യു നീഡ് ടു ടേക്ക് ദിസ് ഔട്ട് ഓഫ് യു. I have brought you out of Bethsaida, but you need to take Bethsaida out of yourself. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിന്നെ ബെത്സൈദയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നു, പക്ഷെ നീ ബെത്സൈദയെ നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കളയുക. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ആവശ്യമാണ്. When God brings you out of something, you need to come out of that place only. Not only that, you need to put that place out of yourself. മനസ്സിലാകുന്നുണ്ടോ? അവിടാണ് യേശുവിനോട് പറയുന്നത്, ഞാൻ ചോദിക്കുന്നത്, വല്ലതും കാണുന്നുണ്ടോ? കർത്താവ് അവന് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു. God was exposing him actually. Jesus was showing him, this is your real condition. നിനക്ക് കാണുവാൻ കഴിയുന്നില്ല. കാരണം ഒരു വശത്ത് നിന്നെ എല്ലാവരും കൊണ്ടുവന്നു എൻ്റെ അടുക്കൽ, പക്ഷേ നിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ ചിന്തകളും പഴയ ആറ്റിറ്റ്യൂഡ്സും പഴയ അവിശ്വാസവും എല്ലാം ഉണ്ട്. കാരണം നീ ഇതുവരെ കണ്ടത് മറ്റുള്ളവരുടെ കണ്ണിൽ കൂടിയാണ്. നീ ഇതുവരെ ജീവിതത്തിൽ എല്ലാം അനുഭവിച്ചത് മറ്റുള്ളവർ ചെയ്തതിൻ്റെ രീതിയിലാണ്. പക്ഷേ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നീ ഇതെല്ലാം വിട്ടു വരേണ്ടത് ആവശ്യമാണ്. ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ യു ഹാവ് ടു ലീവ് ഓൾ ദിസ്. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് പറയുകയാണ്, നീ ഇത് വിട്ട് വന്നേ പറ്റുകയുള്ളൂ. ഇഫ് യു ഹോൾഡ് ഓൺ ടു ദി ഓൾഡ്, യു വിൽ ഓൺലി സീ പാർഷ്യലി. മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട്, നിങ്ങളെ സ്പർശിച്ച് തൻ്റെ സാന്നിധ്യം തന്ന ശക്തി തന്ന് പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക് വരുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസം അപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗികമായിട്ടേ കാണത്തുള്ളൂ. യു വിൽ ഓൺലി സീ പാർഷ്യലി ഇഫ് യു ഹാവ് ദ ഓൾഡ് മാൻ ഇൻസൈഡ് യു സ്റ്റിൽ. മനസ്സിലാകുന്നുണ്ടോ? യു വിൽ ഓൺലി എക്സ്പീരിയൻസ് തിങ്സ് പാർഷ്യലി. യു വിൽ ഓൺലി ലീവ് പാർഷ്യലി. യു വിൽ ഓൺലി റെയിൻ പാർഷ്യലി. മനസ്സിലാകുന്നുണ്ടോ? നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോഴും പഴയ അവിശ്വാസം, പഴയ രീതികളുണ്ടെങ്കിൽ നമ്മൾ ഭാഗികമായിട്ടേ കാണുകയുള്ളൂ, ഭാഗികമായിട്ടേ ജീവിക്കുകയുള്ളൂ, ഭാഗികമായിട്ടേ വാഴുകയുള്ളൂ. അതുകൊണ്ടാണ് പല വിശ്വാസികളും ചില നേരത്ത് നല്ല സക്സസ്ഫുള്ളാണ്, ചില നേരത്ത് ടോട്ടൽ ഫെയിലിയറുമാണ്. അപ്പോൾ ചോദിക്കും, എന്താ വൈ ഇസ് ഇറ്റ് ലൈക്ക് ദിസ്? കാരണം ഇതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കുറച്ച് പഴയ ബാക്കിയിരിപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? യഥാർത്ഥമായിട്ട് ആ പഴയ മനുഷ്യനെ വെടിഞ്ഞേ പറ്റത്തുള്ളൂ, പഴയ ചിന്തകളെ വെടിഞ്ഞേ പറ്റത്തുള്ളൂ, പഴയ സ്വഭാവങ്ങളെ വെടിഞ്ഞേ പറ്റത്തുള്ളൂ, പൂർണ്ണമായിട്ട് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ഓൾ ബി പാർഷ്യൽ. ഞാൻ കാണുന്നുണ്ട്, പക്ഷേ വ്യക്തമായി കാണുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്, അവന് വേണ്ടത് എന്തായിരുന്നു? അവൻ്റെ കാഴ്ചയായിരുന്നു. പക്ഷേ അവന് ലഭിച്ചതോ എന്താണ്? ഭാഗികമായിട്ട് മാത്രമാണ്. ഹല്ലേലൂയ. ഹി നീഡഡ് വൺ മോർ ടച്ച് ഫ്രം ജീസസ്. പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടി ഒരു സ്പർശനം ആവശ്യമായിരുന്നു. ഇന്ന് ദൈവ പൈതലേ, നിങ്ങളും ഞാനും ആ സ്ഥലത്തായിരിക്കാം. കർത്താവേ, എനിക്കൊരിക്കൽ കൂടി അങ്ങയുടെ സ്പർശനം ആവശ്യമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ യഥാർത്ഥമായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീസസ് വിൽ ടച്ച് യു ആസ് മെനി ടൈംസ് ആസ് യു വാണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനോട് പറയുന്നത്, കർത്താവേ, ഒരിക്കൽ കൂടി എനിക്ക് അങ്ങയുടെ സ്പർശനം ആവശ്യമാണ്. പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടി. ഈ മനുഷ്യൻ അത് പറയുമ്പോൾ യഥാർത്ഥമായിട്ട് കർത്താവ് കണ്ടത് അങ്ങനെ ഒരു വ്യക്തിയാണ്. അവൻ പറയുകയാണ്, ഞാൻ കാണുന്നു, പക്ഷേ മനുഷ്യർ മരങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവൻ്റെ ഉള്ളിലെ ആ ഒരു രോദനത്തെ ദൈവം കാണുകയാണ്, കർത്താവ് കാണുകയാണ്. ഇവന് പൂർണ്ണമായിട്ട് കാണുവാൻ കഴിയുന്നില്ല. ഇവിടെ അവൻ പറയുന്നു, 25-ാം വാക്യം, അവൻ ആഗ്രഹിച്ചതുപോലെ യേശു ചെയ്തു. എന്താണ്? പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. ഹല്ലേലൂയ. അവൻ ഇതുവരെ കാണുവാൻ കഴിയാത്ത സ്ഥലത്ത് അവന് കർത്താവിൽ നിന്ന്
അവൻ്റെ കണ്ണ് തുറക്കപ്പെട്ടു. He received an opening from the Lord. He received restoration from the Lord. He received clarity from the Lord. ദൈവത്തിൽ നിന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു 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 സ്വർഗത്തിൻ്റെ ഒരു തുറക്കൽ ഉണ്ടായി. അവൻ്റെ ജീവിതത്തിൽ ഒരു ദൈവത്തിൽ നിന്നൊരു റിസ്റ്റോറേഷൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവനെത്തി. അവൻ്റെ ജീവിതത്തിൽ വ്യക്തത ലഭിച്ചു അവന്. He received, what did he receive? He received a new opening. He received new life and he received clarity from God. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതാണ് സംഭവിക്കുന്നത്. യഥാർത്ഥമായിട്ട് കർത്താവിൽ നിന്ന് ഒരിക്കൽ കൂടി നമ്മളൊന്ന് ദൈവമേ എന്നെ ഒന്ന് തൊടയണമേ എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പറയുന്നു, പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു, മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, എല്ലാം സ്പഷ്ടമായി കണ്ടു. എല്ലാം സ്പഷ്ടമായി കണ്ടെന്ന് പറയുമ്പോൾ അത് സൗഖ്യം മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ഒരു പുതിയ വീക്ഷണമാണ്. ജീവിതത്തിൽ എൻ്റെ ജീവിതം കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് വ്യക്തമായിട്ട് അന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിലും ഇന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവമേ ഇന്ന് വരെ എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടത് മറ്റുള്ളവരുടെ കണ്ണിൽ കൂടിയാണ്. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ട്, പല സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ഞാനിവിടെ നിൽക്കുമ്പോൾ ദൈവമേ, ഞാൻ അങ്ങിൽ നിന്നൊരു പുതിയ സ്പർശനത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഇതുവരെ ഭാഗികമായിട്ട് കണ്ടു, ഭാഗികമായിട്ട് മനസ്സിലാക്കി. എന്നാൽ ഇന്ന് അങ്ങനെ ഒരിക്കൽ കൂടി തൊടുമെങ്കിൽ ഞാൻ സ്പഷ്ടമായിട്ട് കാണുവാൻ, സ്പഷ്ടമായിട്ട് ദൈവമേ അങ്ങേ മനസ്സിലാക്കുവാൻ. Clarity. Pray for that today. Lord, I need clarity in my life. No more doubting. No more a person of unbelief. No more a bitter person, Lord. കയ്പ് ഇനി അനുവദിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ. പറ്റിപ്പോയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നൊക്കെയും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. One cry to him is all that is required. Come out of that old life, Jesus says. He is holding you by your hand and he is leading you into the new life. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അവൻ സ്പഷ്ടമായി കണ്ടു. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ സ്പഷ്ടമായി കണ്ടു. ദൈവം എങ്ങനെ അവൻ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചുവോ, അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു അനുഭവത്തിലേക്ക് അവൻ വന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആ വ്യക്തിയാണെങ്കിൽ ജീസസ് വിൽ ഡു ദാറ്റ് ഇൻ യുവർ ലൈഫ്. അത് മാത്രമല്ല, അവസാന വാക്ക് എന്താണ് പറയുന്നത്? 26-ാം വാക്യം യേശു അവനോട് പറയുന്നു, വേഴ്സ് 26, നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ഡോണ്ട് എവർ ഗോ ബാക്ക് ടു ബെത്സൈഡ. യേശു അവനോട് പറയുന്നത്, ആ അവിശ്വാസത്തിൻ്റെ, കയ്പിൻ്റെ, പിന്മാറ്റത്തിൻ്റെ, ഹൃദയകാഠിന്യത്തിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് നീ പോകരുത്. സ്നേഹത്തോടെ കർത്താവ് പറയുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാവ് 43-ന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ പറയുന്നത്, ഐസയ 43 verse 18 and 19. എന്താണ് അവിടെ പറയുന്നത്? Remember not the former things, neither consider the things of old. അതെന്താണ് പറയുന്നത്? പറയുന്നത്, മുൻപുള്ളവയെ നീ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. Don't sit and think about the things of old. കഴിഞ്ഞു പോയത് കഴിഞ്ഞുപോയി, ഇനിയും അതിനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ട. കർത്താവ് പറയുകയാണ്. എന്താണ് പറയുന്നത്? മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട. കാരണം നീ ഓർത്തുകൊണ്ടിരുന്നാൽ അത് വീണ്ടും നിന്നെ ബാധിച്ചുകൊണ്ടേയിരിക്കും, അത് വീണ്ടും നിന്നെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അത് മാത്രമേ നീ കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ. You will never be able to see the new things that God has in store for you. That is why he says, remember not the things of old. Do not even consider it, he says. മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. പറഞ്ഞാട്ടെ, പുതിയൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളുടെ ജീവിതത്തിൽ പുതിയൊന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. Behold, I am doing a new thing. Now it springs forth. Do you not perceive it? I will make a roadway in the wilderness and rivers in the desert. Hallelujah. അസാധ്യമായത് ദൈവം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങൾ പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവാം. ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ ഒരവസ്ഥ അതിൻ്റെ ഒക്കെയും ഫലമായിരിക്കാം. പ്രയാസത്തിൻ്റെ ഒരു സ്ഥലത്ത്, ബുദ്ധിമുട്ടിൻ്റെ ഒരു സ്ഥലത്ത്, നിരാശയുടെ ഒരു സ്ഥലത്ത്, കയ്പിൻ്റെ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയിരിക്കുകയായിരിക്കാം. നിങ്ങൾക്ക് മുൻപോട്ട് നോക്കുമ്പോൾ ഒന്നും സ്പഷ്ടമായിട്ട് കാണുവാൻ കഴിയുന്നില്ല. കർത്താവിന്ന് നിന്നോട് പറയുന്നു, ദൈവ പൈതലേ, എൻ്റെ മകനെ, എൻ്റെ മകളെ, ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ജീസസ് ഇസ് ബൈ യുവർ സൈഡ് ടുഡേ. കർത്താവ് ഏറ്റവും സമീപസ്ഥനാണ് നിന്റെ ജീവിതത്തിൽ. Let every eye be fixed on God. എല്ലാ കണ്ണുകളും യേശുവിന്മേൽ വെച്ചാട്ടെ. Do not be distracted by anything. This is the moment of restoration in your life. ഇത് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന് നീ വിചാരിക്കുന്ന ആ സമാധാനം നിനക്ക് തിരിച്ചു ലഭിക്കുന്ന നിമിഷമാണ്. ഇത് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന് നീ വിചാരിക്കുന്ന ആ സന്തോഷം നിനക്ക് തിരികെ ലഭിക്കുന്ന ദിവസമാണ്. Today Jesus is doing a new thing in your life. നീ ഇവിടെ വന്നത് എങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, അത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിൽ കർത്താവ് നിന്നെ ഇവിടെ വരുത്തിയിരിക്കുന്നത് ഇന്ന് ദൈവം ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തിനായിട്ടാണ്. Step by step He has been leading you to this day, to come into that place where you will truly experience an opening in your life, an opening of your spirit, an opening of your soul, an opening in your body. What is natural will be done for you certainly, but first the spiritual, says the Lord. Hallelujah. ഭൗതികമായിട്ടുള്ളത് നിനക്കായിട്ട് തീർച്ചയായിട്ടും ദൈവം ചെയ്തു തരും. പക്ഷെ ആദ്യമേ ആത്മീയമായിട്ടുള്ളതാവട്ടെ. Come to the Lord today. Come to the Lord today with all your heart and say, Lord Jesus, കർത്താവേ, എന്നെ ഒന്ന് തൊടയണമേ, എന്നെ ഒന്ന് തൊടയണമേ കർത്താവേ. യേശു പറയുന്നു, മകനെ, മകളെ, നീ ബെത്സൈദയിൽ നിന്ന് പുറത്ത് വന്നേ പറ്റൂ. Don't sit anymore in Bethsaida. It's a place of disappointment. It is a place of heartbreak. It is a place of unbelief. It is a place of bitterness, and it will never help you become the person I want you to be. അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്റെ കരം പിടിക്കുമ്പോൾ നീയും എൻ്റെ കരം പിടിച്ചാട്ടെ, എന്നോട് കൂടെ വന്നാട്ടെ. ഐ എം ടേക്കിംഗ് യു ഔട്ട് ഓഫ് ബെത്സൈദ. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ നിന്നെ എന്നോട് ചേർത്ത് പിടിച്ച് നിന്റെ ജീവിതത്തെ സ്പർശിച്ച് എൻ്റെ സാന്നിധ്യം നിനക്ക് തന്ന്, എൻ്റെ ശക്തി നിനക്ക് തന്ന്, നിന്നെ ഒരു പുതിയ രീതിയിൽ ഞാൻ നിന്നെ മുൻപോട്ട് നയിക്കും. നിന്റെ കണ്ണിനെ ഞാൻ തുറക്കും, നിന്റെ ഹൃദയത്തെ ഞാൻ തുറക്കും. ഇതുവരെ നീ കാണാത്ത രീതിയിൽ കാര്യങ്ങളെ കാണുവാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കും. There are things that you do not know yet, says the Lord. That is why He says, call unto me and I will answer you and show you great and unsearchable things that you do not know. നീ യഥാർത്ഥമായിട്ട് എന്നെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ നീ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. There might be things in the natural that you do not know yet, but as you draw close to the Lord spiritually, He will receive the He will reveal the natural also to you. നിനക്കറിയാത്ത കാര്യങ്ങൾ കർത്താവ് നിനക്ക് കാണിച്ചു തരും. പക്ഷെ ആദ്യമേ ഇന്ന് കർത്താവിലേക്ക് അടുത്ത് വരിക. Turn your eyes upon Jesus. Turn your eyes upon Jesus. Look full in His wonderful face, and the things of the earth will go strangely in the light of His glory and grace. Turn your eyes upon Jesus. Look full in His wonderful face, and the things of the earth will grow strangely dim in the light of His glory and grace. Hallelujah. ഇന്ന് നിന്റെ ദൃഷ്ടി യേശുവിലേക്ക് തിരിച്ചാട്ടെ. കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ ഒരു പുതിയ രീതിയിൽ ജീവിതത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു. Say this with me. കർത്താവേ, ഞാനൊരു പുതിയ രീതിയിൽ ജീവിതത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു.
അങ്ങ് ഞാൻ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ ദൈവമേ, അതുപോലെ ജീവിതത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു. You need to understand, you can see the world through others' eyes, or you can see the world through God's eyes. നമ്മുടെ പ്രാർത്ഥന ഇന്നാകണം, അതാകണം. ദൈവമേ, സ്വർഗത്തിൻ്റെ കണ്ണിൽ കൂടി, നിത്യതയുടെ കണ്ണിൽ കൂടി, ദൈവത്തിൻ്റെ കണ്ണിൽ കൂടി ഈ ലോകത്തെ കാണുവാൻ അങ്ങ് എങ്ങനെ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ കാണുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മളുടെ കാഴ്ച മാറേണ്ടത് ആവശ്യമാണ്. ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, നമ്മളുടെ ജീവിതത്തിലെ മുൻപോട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാട്, നിരാശയും ഹൃദയകാഠിന്യവും കയ്പും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കാഴ്ചയ്ക്ക് മാറ്റം വരികയില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, ഈ ബെത്സയിദയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി ഇന്ന് ഒരിക്കൽ കൂടി അങ്ങ് എന്നെ സ്പർശിച്ചാട്ടെ എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ സ്പഷ്ടമായിട്ട് പറഞ്ഞാട്ടെ, സ്പഷ്ടമായിട്ട് ജീവിതത്തെ കാണും. ഹല്ലേലൂയ. സ്പഷ്ടമായിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം കാണുവാനിടയാകും. നമ്മൾക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിനായിട്ട് നന്ദി കരയേറ്റുന്നു. ദൈവമേ കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങ് അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ, അങ്ങേ അടുത്ത് കർത്താവെ അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. കർത്താവെ, ഈ സർവീസിൻ്റെ തുടക്കം മുതൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. കർത്താവെ, വചനത്തിൽ കൂടി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആ ബെത്സയിദയിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. അവിശ്വാസത്തിൽ നിന്ന്, ഹൃദയകാഠിന്യത്തിൽ നിന്ന്, കയ്പിൻ്റെ അവസ്ഥയിൽ നിന്ന് കർത്താവെ, ഓൾ ബിറ്റർനെസ്, അൺബിലീഫ്, അതിൽ നിന്ന് ഞങ്ങൾ പുറത്ത് വരേണ്ടത് ആവശ്യമാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമാക്കുന്നുവല്ലോ. ദൈവമേ, ഞങ്ങൾ ജീവിതത്തെ ഒരു പുതിയ രീതിയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഞങ്ങൾ കണ്ടതുപോലെ അല്ല ദൈവമേ, അങ്ങ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ജീവിതത്തെ കാണുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ സ്പർശനം ആവശ്യമാണ്. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്. കർത്താവേ, ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഒന്ന് തൊടയണമേ. ടച്ച് മീ ലോർഡ്. മേക്ക് ദാറ്റ് യുവർ പ്രയർ. നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, എന്നെ ഒന്ന് തൊടയണമേ കർത്താവേ, എന്നെ ഒന്ന് തൊടയണമേ ദൈവമേ, എന്നെ ഒന്ന് തൊടയണമേ യേശുവേ. One touch from you Lord is enough for me. യേശുവേ, അങ്ങയുടെ ഒരു സ്പർശനം മതി എനിക്ക്, അങ്ങയുടെ ഒരു തലോടൽ മതി കർത്താവേ. One touch from you Lord is enough to change my life. One touch from you Lord is enough to transform me. One touch from you Lord is enough to make the impossible possible in my life. One touch from you Lord is enough, Lord, to change my past into something new according to your word, oh Father. One touch from you Lord is enough to restore me. One touch from you Lord is enough to renew me. One touch from you Lord is enough to give me life, and life in abundance, Lord. One touch, Lord. One touch from you. That's all I'm asking for. എന്നെ ഒന്ന് തൊടയണമേ കർത്താവേ. പറഞ്ഞാട്ടെ, എന്നെ ഒന്ന് തൊടയണമേ കർത്താവേ, എന്നെ ഒന്ന് തൊടയണമേ ദൈവമേ, എന്നെ ഒന്ന് തൊടയണമേ ദൈവമേ. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒന്ന് തൊടയണമേ കർത്താവേ. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങൻ്റെ കരം എന്നെ പിടിക്കുമ്പോൾ അങ്ങെന്നെ നല്ല നാളെയിലേക്ക് നയിക്കും. അങ്ങെന്നെ വിശ്വാസത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് നയിക്കും. എൻ്റെ പഴയതിനെ വിട്ട് കർത്താവെ ഒരു പുതിയ രീതിയിൽ ജീവിക്കുവാൻ അങ്ങെന്നെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കരം അങ്ങേക്ക് തരുന്നു. അങ്ങൻ്റെ കരത്തെ ഇന്ന് പിടിക്കുവാനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇനി മുതൽ കർത്താവെ, ഞാൻ ഏകനല്ല, ഞാൻ ഏകയല്ല. അങ്ങൻ്റെ കരം പിടിക്കുന്നു. അങ്ങനോട് കൂടെയുണ്ട്. അങ്ങനെ വഴി നടത്തും. അങ്ങനെ സഹായിക്കും. അങ്ങനെ അനുഗ്രഹിക്കും. അങ്ങ് എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നല്ല നാളെയിലേക്ക് എന്നെ നയിക്കും. അവിടെ എന്നെ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. That is my faith today. You're holding my hand. You will lead me. You will guide me. You will take me. You will establish me. You will preserve me in the blessed future that you have for me tomorrow, Lord. Hallelujah. അതിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് മുതൽ ഒരു പുതിയ വ്യക്തിയായിട്ട്, ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ മുതൽ കർത്താവേ, അങ്ങിൽ നിന്ന് ബലം ലഭിച്ച ഒരു വ്യക്തിയായിട്ട്, അങ്ങിൽ പ്രത്യാശ വെക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അങ്ങിൽ വിശ്വാസം വെക്കുന്ന ഒരു വ്യക്തിയായിട്ട്, എൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും ജയാളിയായിട്ട് ഇന്ന് മുതൽ ഞാൻ ജീവിക്കുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. താങ്ക് യു ലോർഡ്. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ തലമുറകളും കർത്താവേ, അതുമൂലം അനുഗ്രഹം പ്രാപിക്കുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. എൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇന്ന് മുതൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറകളിൽ കർത്താവേ, ഒരു പുതിയ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരു പുതുവാതിൽ അവിടുന്ന് തുറന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരു പുതുവഴി അവിടുന്ന് തുറന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം.
Thank you, Lord. New things are happening in my life, in everybody's life here today, Lord. The blood of Jesus washing over all, Lord. Thank you. Thank you, Lord. യേശുവിന്റെ രക്തം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവേ കഴുകി വെടിപ്പാക്കി അത്ഭുതത്തിന്റെ ഒരു പ്രവൃത്തി ഇന്ന് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. Thank you, Lord, that what is broken is being put together again. It is being renewed even now, Lord, in Jesus' name. വീണുടഞ്ഞു പോയതിനെ കർത്താവെ അവിടുന്ന് എടുത്ത് അതിനെ വീണ്ടും ചേർത്ത് കർത്താവെ പഴയതിനേക്കാളും അനുഗ്രഹിക്കപ്പെട്ടതാക്കി അങ്ങയുടെ മക്കൾക്ക് തിരിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. Restoration, Lord. Thank you that it is happening, Lord. Renewal, Lord. Thank you that it is happening in your children's life, Father. And whatever we commit to you, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന എല്ലാം ഞങ്ങൾക്കായിട്ട് അങ്ങ് തന്നെ. Thank you, Lord, that you will preserve it for us until the day of our Lord Jesus Christ. Thank you, Lord. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നതൊക്കെയും യേശുവിൻ്റെ നാളോളം അങ്ങ് തന്നെ ഞങ്ങൾക്കായിട്ട് കർത്താവേ അത് നിലനിർത്തുന്നതിനായിട്ട് സ്തോത്രം. Hallelujah. We give you all praise and glory. In Jesus' name we pray. Amen, amen, amen. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കാം.